എന്താ പറ്റേ? ഏയ് പേടിക്കാനൊന്നുമില്ല, ചെറിയ പരിക്കുകളേ ഉള്ളൂ. റെസ്റ്റ് എടുത്താൽ മാറുമെന്ന ഡോക്ടർ പറഞ്ഞത്. നീ ടെൻഷനൊന്നും അടിക്കണ്ട. എന്താ പറ്റിയത്? ചെറിയൊരു ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. എതിരെ ഒരു ടെമ്പോ വന്നപ്പോ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല. എന്നിട്ട് ആ ടെമ്പോ ഓടിച്ച ആളോ? അയാള് വണ്ടി എടുത്തോണ്ട് പോയി. അപ്പൊ മനഃപൂർവ്വം കൊല്ലാനായിട്ട് തന്നെ ചെയ്തതല്ലേ? അതൊന്നും നമുക്കറിയില്ലല്ലോ, ഡ്രൈവറേയും കിട്ടിയില്ലല്ലോ. ഇതിൽ എന്താ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്? ആരോ കരുതിക്കൂട്ടി തന്നെ ഇത് ചെയ്തെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറയാം. ഇത് ചെയ്തത് ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. മോനെ ഗിരി, അയ്യോ എന്തു പറ്റണം മോനെ? ചെറിയൊരു ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. അതിന് ഗോപാൽ എന്തിനാ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിങ്ങ് വരുമായിരുന്നു. ഇനിയെങ്കിലും തന്റെ ഈ അഭിനയം നിർത്തിക്കൂടെ? ഗിരിയനെ കൊല്ലാൻ ശ്രമിച്ചത് താനോ തന്റെ മക്കളോ ആവൂന്ന് എനിക്ക് ഉറപ്പാ. മഞ്ജു, ഗിരിയനൊന്നും മിണ്ടാതിരിക്കെ. ഇയാളുടെ ഉദ്ദേശം എന്താന്നൊക്കെ എനിക്കറിയാം. മാധവന്റെ കൊലയ്ക്ക് പിന്നിൽ ഞാനാണെന്ന് മോള് പറഞ്ഞു. നാട്ടുകാരെ പറ്റിച്ച് ഞാൻ കാശുണ്ടാക്കുന്നെന്നും മോള് പറഞ്ഞു. അതൊന്നും കേട്ട എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇവനെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നു മാത്രം പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് സ്വന്തം മകന്റെ സ്ഥാനത്താണ് ഞാനിവനെ കണ്ടിരിക്കുന്നത്. ഞാനിവനെ കൊല്ലാൻ ശ്രമിക്കുന്നു ആരെങ്കിലും പറഞ്ഞ ഞാൻ തകർന്നു പോകും. എന്താ ഗോപാൽജി ഇത്? ഇവളെന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു എന്ന് കരുതി ഗോപാൽജി ഇങ്ങനെ വിഷമിക്കാൻ പാടുണ്ടോ? ഗിരിയേട്ട, ഇയാള് മതി, നിർത്ത്. ഇതൊരു ആശുപത്രിയാ, പോലീസ് സ്റ്റേഷനല്ല. ഇവിടെ നിന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പൊന്നും വേണ്ട. ഗോപാൽജി പൊയ്ക്കോളൂ. ഇവള് പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട. ഹേ, ഒന്നുമില്ല മോളെ. ഇവനെ ആരെങ്കിലും മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അവനെ മറ്റാര് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ കണ്ടെത്തും. എല്ലാ കാര്യത്തിനും ഇങ്ങനെ വെറുതെ അദ്ദേഹത്തെ സംശയിക്കരുത്. അങ്ങനെ ചെയ്താ എന്നെ ശരിക്കും കൊല്ലാൻ ശ്രമിക്കുന്നവരായിരിക്കും രക്ഷപ്പെടുന്നത്. ഗിരിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഏതെങ്കിലും ഒരു വഴി ഉപയോഗിച്ച് അവനെ പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പൊ തന്നെ മോദിനെ വിളിച്ചു പറയാം. ഗിരിയൻ ഇവിടെ ഇരിക്കെ.